സിനിമാ കോൺക്ലേവ് വേദിയിലെ പ്രസംഗത്തിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെതിരെ വ്യാപക പ്രതിഷേധം. അടൂരിനെതിരെ പൊതുപ്രവർത്തകൻ ദിനു പോലീസിൽ പരാതി നൽകി. നീതി നിഷേധിക്കപ്പെട്ടവർക്ക് അത് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് എന്നാണ് അടൂരിനുള്ള മന്ത്രി ആർ ബിന്ദുവിന്റെ മറുപടി. സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കുമൊക്കെ അവരുടെ സർഗാത്മകമായ ആവിഷ്കാരങ്ങൾ നടത്തുന്നതിന് സാമ്പത്തികമായിട്ടുള്ള പിന്തുണ നൽകുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് അനിവാര്യമായും ചെയ്യേണ്ട ചുമതലയാണ്. നീതി നിഷേധിക്കപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സംവിധാനങ്ങൾക്കുണ്ട്. ക്യാമറയുടെ നോട്ടം എന്ന് പറയുന്നത് മെയിൽ ഗെയ്സാണ്, പുരുഷ നോട്ടമാണ്. അതുകൊണ്ട് ചില ബദൽ നോട്ടങ്ങളൊക്കെ അവിടെ ഉണ്ടാവേണ്ടതുണ്ട്. അതേസമയം പ്രസ്താവന തെറ്റായി വ്യാഖ്യാനിക്കേണ്ട എന്നാണ് മന്ത്രി VN വാസവന്റെ പ്രതികരണം. അടൂർ മാന്യമായി സംസാരിക്കണമെന്ന് സന്തോഷ് കുമാർ MP പ്രതികരിച്ചു. അടൂരിന്റെ പരാമർശം ദൗർഭാഗ്യകരമെന്നാണ് സംവിധായകൻ കമലിന്റെ അഭിപ്രായം. സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഈ മേഖലയിൽ സ്ത്രീകളെയും അതുപോലെ SC/ST മേഖലയിലെയും കലാപ്രതിഭകളെ വളർത്തിയെടുക്കുക എന്ന വീക്ഷണം കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് അത്തരം ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരുന്നത്. അത് മറ്റൊരു രൂപത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടേണ്ടതില്ല. അതിൽ ആദരണീയനായ അടൂർ ഗോപാലകൃഷ്ണൻ മറ്റേതെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി പറഞ്ഞതായി ഞാൻ കണക്കാക്കുന്നില്ല. ലോകത്ത് ആരായിരുന്നാലും ഏതെങ്കിലും മനുഷ്യന്റെ ന്യായമായ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന ഒരു കാര്യവും പറയാൻ പാടില്ല. അവൻ X or Y എന്നുള്ള കാര്യമില്ല. ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതാണ്, വാക്കിനും പുറത്തിരുമല്ല. ഞങ്ങൾ രാഷ്ട്രീയ എതിരാളികളുടെ കാര്യത്തിൽ പോലും അത് ഉയർത്തിപ്പിടിക്കുന്നവരാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു രീതി അനുസരിച്ചിട്ട് അടൂർ ഗോപാലകൃഷ്ണനിലേക്ക് പോകും. ഞാനിപ്പോൾ ഇത് നാരായൺപൂർ തന്നെ നിർത്തണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്. അടൂർ ഗോപാലകൃഷ്ണൻ ഇന്നലെ നടത്തിയ പരാമർശം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. ഇപ്പോൾ ഒരു പരാതി ദിനുവയിൽ നൽകി കഴിഞ്ഞിരിക്കുന്നു തിരുവനന്തപുരത്ത് പോലീസ് സ്റ്റേഷനിൽ. അടൂർ ഗോപാലകൃഷ്ണൻ നിർഭാഗ്യകരമായി പോയി. റഹീസ് റഷീദും ആർ റോഷിബാലും വിവരങ്ങളുമായുണ്ട്. ആർ റോഷിബാലിലേക്ക് ആദ്യം. റോഷിബാൽ, ഇന്നലത്തെ വിവാദ പ്രസംഗം SC/ST വിഭാഗത്തിന് സിനിമാ നിർമ്മാണത്തിന് സിനിമ എടുക്കാൻ നീക്കിവെക്കുന്ന ആ തുക വേസ്റ്റായി പോകരുത് എന്ന രൂപത്തിലാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രതികരണം. അതിനൊരു പ്രത്യേക പരിശീലനം അവർക്ക് കൊടുക്കണം എന്ന രൂപത്തിൽ അവരെ അപമാനിക്കുന്ന പ്രസംഗം നടത്തുന്നു. പിന്നീട് അതിന്മേൽ നടത്തുന്ന ന്യായീകരണവും അദ്ദേഹം പറഞ്ഞതിന്റെ ഗൗരവം അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്ന രൂപത്തിലുള്ള പ്രതികരണമാണ് വരുന്നത്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ എന്താണ്? സ്മൃതി, ഇന്നലെ കോൺക്ലേവിന്റെ സമാപന സമ്മേളന ഉദ്ഘാടനത്തിലാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശമുണ്ടായത്. ഒന്ന്, സംസ്ഥാന സർക്കാർ ഈ ദളിത് വിഭാഗത്തിന് സ്ത്രീകൾക്കടക്കം സിനിമ നിർമ്മിക്കാനായി നൽകുന്ന തുക അത് ഒരാൾക്ക് 1.5 കോടി രൂപ വെച്ചാണ് നൽകുന്നത്. അങ്ങനെ നിർമ്മിക്കുന്ന സിനിമകൾക്ക് ഗുണനിലവാരമില്ല എന്ന തരത്തിലാണ് ആ പ്രസ്താവനയെ വ്യാഖ്യാനം ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ആ വേദി സദസ്സിൽ നിന്ന് തന്നെ ഒരു പ്രതിഷേധം. അത് കേരള സംഗീത നാടക അക്കാദമിയുടെ ഉപാധ്യക്ഷയാണ് പ്രതിഷേധം നടത്തിയത്. അങ്ങനെ ഇതിനെ ചോദ്യം ചെയ്ത്, ഈ പ്രസംഗത്തെ ചോദ്യം ചെയ്ത് കൃത്യമായി ഈ തുക 1.5 കോടി വളരെ കൂടുതലാണ്. ആ തുക 3 പേർക്ക് വിഭജിച്ച് നൽകണം, 50 ലക്ഷം രൂപ വീതം വിഭജിച്ച് നൽകണമെന്ന നിർദ്ദേശമാണ് അടൂർ ഗോപാലകൃഷ്ണൻ വെച്ചത്. അതിനപ്പുറത്തേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ക്വാളിറ്റി ഇല്ലാതെ വരുന്നതുകൊണ്ട് തന്നെ കൃത്യമായ പരിശീലനം അവർക്ക് നൽകണം. അത് പിരിച്ചത് നികുതിപ്പണമാണ് നൽകുന്നതെന്ന ബോധ്യമുണ്ടാകണം എന്നൊക്കെ തരത്തിൽ വലിയ വിമർശനമാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ തന്നെ കൂടുതൽ പേർ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ദളിത് ആക്ടിവിസ്റ്റുകൾ അടക്കം ഒട്ടേറെ പേരാണ് വിമർശനവുമായി രംഗത്ത്. അതിനിടയിൽ അത് പരാതിയാവുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ആ സദസ്സിൽ തന്നെ പുഷ്പവതി കൃത്യമായ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഈ പ്രസംഗത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. സ്മൃതി, ശരി. റഹീസ് റഷീദിലേക്ക്. റഹീസ്, ഇപ്പോൾ ഇതിന്മേൽ ദിനുവയിൽ ഒരു പരാതി പോലീസിൽ നൽകിയിരിക്കുകയാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കുമോ? ഇതിൽ മന്ത്രിമാരുടെ തന്നെ പ്രതികരണങ്ങൾ കണ്ടല്ലോ. മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണമല്ല VN വാസവന്റെ പ്രതികരണം. മന്ത്രി ആർ ബിന്ദു അതിൽ കൃത്യമായ രാഷ്ട്രീയം കാണുന്നുണ്ട്, സ്ത്രീവിരുദ്ധ രാഷ്ട്രീയം കാണുന്നുണ്ട്. ക്യാമറയുടെ കണ്ണുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ VN വാസവന് ആ കാഴ്ചയില്ല. എങ്ങനെയൊക്കെയാണ് പ്രതികരണങ്ങൾ വരുന്നത്? സ്മൃതി, ഒരുപക്ഷെ ഈ വിവാദ പ്രസ്താവനയിൽ അടൂർ ഗോപാലകൃഷ്ണന് അനുകൂലമെന്ന് തോന്നുന്ന ആകെ വന്ന ഒരു പ്രസ്താവന മന്ത്രി VN വാസവൻ്റേതായിരിക്കും. മറ്റ് ആളുകൾ എതിരായി മിക്ക ആളുകളും
നിലപാടെടുക്കുമ്പോൾ ഒരു നിലപാടും പറയാത്ത ആളുകളുമുണ്ട്. ചലച്ചിത്ര മേഖലയിൽ നിന്ന് വലിയ പിന്തുണ അതിനെതിരായി നിന്ന പുഷ്പാവതിക്ക് കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസിൽ സാമൂഹ്യ പ്രവർത്തകനായ ദിനു വെയിൽ ഒരു പരാതി നൽകിയത്. ആ പരാതിയിൽ ദളിത് വിഭാഗത്തിലുള്ള ആളുകൾ കൊള്ളാത്ത ആളുകളാണ്, അവർ അഴിമതിക്കാരാണ്, അവർ കട്ടുമുടിക്കുന്ന ആളുകളാണ് എന്ന തരത്തിലുള്ള പ്രതീതിയാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസംഗം മൂലം ഉണ്ടായത് എന്ന് മാത്രമല്ല ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ദളിത് പ്രവർത്തകരുടെ മനോവീര്യം തകർക്കാൻ മാത്രമേ ആ പ്രസംഗം ഉപകരിക്കൂ. അതുകൊണ്ട് നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ട് ഒരു പരാതി നൽകുകയും ചെയ്തു. ആ പരാതി സ്വീകരിച്ചു എന്ന മറുപടി ദിനു വയലിന് നൽകിയിട്ടുണ്ട്. ഇനി FIR അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് പോകുമോ, അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ വകുപ്പുകളാണ് ഇടുക എന്നതൊക്കെ അടുത്ത മണിക്കൂറുകളിൽ മാത്രമേ മനസ്സിലാകൂ. ഇതിനിടെ കൊടുക്കുന്നിൽ സുരേഷിനെ പോലുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, നേരത്തെ P. സന്തോഷ് കുമാർ പറയുന്നത് നമ്മൾ കേട്ടു, ആ മേഖലയിൽ ഉള്ള ആളുകൾ, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരൊക്കെ അടൂർ ഗോപാലകൃഷ്ണനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. മറ്റൊന്ന്, അടൂരിന്റെ ഇന്നലത്തെ പ്രസംഗത്തിൽ തിരുവനന്തപുരം ചാല മാർക്കറ്റിലെ തൊഴിലാളികൾക്ക് എതിരായ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതിനെതിരെ ചാല മാർക്കറ്റിലെ തൊഴിലാളികൾ ഇന്ന് വൈകിട്ട് പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. സ്മൃതി, തീർച്ചയായും ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ആ ഭാഗം കേൾക്കാം. ചാല മാർക്കറ്റിലെ തൊഴിലാളികളെയും അധിക്ഷേപിക്കുന്ന പ്രസ്താവന അടൂർ ഗോപാലകൃഷ്ണന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഒരിക്കല് ശ്രീ തിയേറ്ററിൽ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പുറകിലുള്ള അതിൻ്റെ കഥക് പൊളിച്ചകത്ത് കയറാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ് ആളുകൾ. കാരണം ഒരു എന്തോ ഒരു സീൻ ഓഫ് സെക്സ് അതിലുണ്ട് എന്ന് ഒരു വാർത്ത അങ്ങോട്ട് പടർന്നു. അപ്പോൾ പ്രധാനമായിട്ടും അവരെപ്പറ്റി ഞാൻ മോശം പറയുകയല്ല, പിന്നെ ചാലയിലെ തൊഴിലാളികളുടെ ഒരു സംഘം തന്നെയായിരുന്നു. അതിന് മുകളിലത്തെ അതിലിങ്ങനെ പിന്നെ കൊട്ടിയെടുക്കാൻ തള്ളി തുറക്കാൻ വേണ്ടി ശ്രമിക്കായിരുന്നു ഭീകരമായിട്ട്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ആരോ പോയി തുറന്നു കൊടുത്തു. അപ്പോൾ സിനിമ കാണാനിരിക്കുന്ന നമ്മളുടെ മുകളിലേക്ക് ഇവരുടെ എല്ലാം കൂടെ ശ്വാസോച്ഛ്വാസം ആകാംക്ഷയിൽ കാണാൻ പോകുന്ന ആ ഒരു സീൻ ഓഫ് സെക്സ് എങ്ങനെ ഇരിക്കും അതിൻ്റെ അന്ന് ആ നിമിഷം തീരുമാനിച്ചാണ് എന്തായാലും നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിൽ ഇങ്ങനെ ആളുകൾ തള്ളിക്കയറുന്ന ഇതുമായിട്ട് ബന്ധമില്ലാത്തവർ, സിനിമ പ്രധാനമായിട്ടും സിനിമ ഒരു തൊഴിലാക്കിയിട്ടുള്ള ആളുകൾ, സിനിമയെപ്പറ്റി എഴുതുന്നവർ, സിനിമ നന്നായി ആസ്വദിക്കാൻ കഴിവുള്ള നിരൂപകർ, അവരൊക്കെയാണ് ശരിക്കും ഫെസ്റ്റിവലിൽ പടം കാണേണ്ടത്. ഒരുപക്ഷെ ഭാവിയിൽ സിനിമയെപ്പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇവരൊക്കെയാണ് ഇത് വരേണ്ടത്. അല്ലാതെ വഴിയിൽ വിതരണം ചെയ്യാനുള്ളതല്ല നമ്മുടെ പടം കാണാനുള്ള ഈ അവകാശം. ഇതായിരുന്നു ഈ വിവാദ പ്രസ്താവന. ഇതിൽ ശക്തമായ പ്രതികരണം ആ സിനിമാ കോൺക്ലേവിൽ ഉയർന്നു എന്നും പറയാൻ പറ്റില്ല. ആ റോഷിപാലിലേക്ക് വീണ്ടും. റോഷിപാൽ, ഈ പ്രസംഗത്തിന് പിന്നാലെ ഒരു കയ്യടിയും ഉണ്ടായില്ലേ? പ്രതികരണമായി ഒരാളുടെ പ്രതികരണം മാത്രമാണോ ആ ഘട്ടത്തിൽ വന്നത്? വേറെ ആരും, വനിതകളാരും വേറെ ആരും പ്രതികരിച്ചില്ലേ? ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട ദളിത് വിഭാഗത്തിന് നൽകുന്ന സിനിമാ ഫണ്ട് അതുമായി ബന്ധപ്പെട്ട എതിർപ്പ് ഉയർന്നപ്പോൾ അവിടെ സംഗീത നാടക അക്കാദമിയുടെ ഉപാധ്യക്ഷ പുഷ്പവതി എഴുന്നേറ്റ് നിന്ന് അത് ചോദ്യം ചെയ്ത് ഏതാണ്ട് ഒരു 10 സെക്കൻഡ്, ഒരു 15 സെക്കൻഡ് അപ്പുറത്തേക്ക് പോയില്ല ആ ചോദ്യം ചെയ്യൽ. മറ്റുള്ളവർ, ആ വേദി സദസ്സിലുണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകൾ കൈയടിച്ച് അടൂർ ഗോപാലകൃഷ്ണനെ പ്രോത്സാഹിപ്പിക്കുന്ന രംഗവും ഉണ്ടായിരുന്നു. എല്ലാവരുമല്ല, എന്നാൽ പോലും ഒട്ടേറെ പേർ കൈയടിച്ചിട്ടുണ്ട്.